ഇലക്ട്രോണിക് സർക്യൂട്ടിൽ മൊഡ്യൂളിൽ വളരെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് പവർ സപ്ലൈ. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിക് എനർജി ഏതാണ്, ഓൾട്ടർനേറ്റീവ് കറണ്ടാണ്. അതായത് AC ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതായത് 230 വോൾട്ടിൽ സപ്ലൈ ചെയ്യുന്ന 50 ഹെർട്സിലാണ് ഫ്രീക്വൻസി നമുക്കറിയാം. പക്ഷേ നമുക്ക് കുറേ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് എന്താണ് ആവശ്യം? DC ആണ് ആവശ്യം. അപ്പോൾ നമ്മുടെ ഈ DC വരുന്ന ഉപകരണം ഈ AC-നെ DC ആക്കാനുള്ള ഒരു സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് തന്നെ എന്തിലുണ്ട്? ആ ഒരു കമ്പോണൻറ്റിലുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് AC-നെ DC ആക്കുന്നതിനെയാണ് എന്ത് പറയുക? പവർ സപ്ലൈ എന്ന് പറയുക. അതായത് നിങ്ങളോട് നോക്കിയാൽ അറിയാം, ഇതാണ് AC-യുടെ ഗ്രാഫ്. AC-നെ DC ആക്കുന്ന ഇനിയാണ് എന്ത് പറയുക? പവർ സപ്ലൈ. പവർ സപ്ലൈയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചു തന്നേക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു AC ഇൻപുട്ട് സിഗ്നൽ വരുന്നു, എന്നിട്ട് അത് ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നു, ട്രാൻസ്ഫോമറിൽ നിന്ന് റെക്ടിഫയറിൽ നിന്ന് ഫിൽറ്ററിൽ നിന്ന് വോൾട്ടേജ് റെഗുലേറ്ററിൽ. അതായത് നമുക്കിപ്പോൾ 230 വോൾട്ടിൻ്റെ ഒരു സംഭവം വരാണ്, സിഗ്നൽ വരാണ്. അതിന് ഒന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ്, ട്രാൻസ്ഫോമർ പറഞ്ഞാൽ എന്താണ്? സ്റ്റെപ്പ് അപ്പും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം കൂട്ടാനാണെങ്കിൽ എന്താണ്? സ്റ്റെപ്പ് അപ്പ്, കുറയ്ക്കാനാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. പിന്നെ അത് റെക്ടിഫൈ ചെയ്ത് അപ്പോൾ നമ്മളിവിടെ കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ പൾസേറ്റിംഗ് DC ആക്കി മാറ്റി അതിനെ ഫിൽട്ടർ ചെയ്ത് അതിനൊരു കോൺസ്റ്റൻറ്റ് ചെയ്തിട്ട് ആണ് പുറത്തേക്ക് ഔട്ട്പുട്ട് ആകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മുടെ സിഗ്നൽ ആദ്യം ഇങ്ങനെ വരുന്നത് AC ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു AC സിഗ്നൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമറിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ആവശ്യപ്രകാരം ഒന്നല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആവും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആവും. ഒന്നല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കാണ് കൂടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറയ്ക്കാൻ എന്ത് ചെയ്തു? സ്റ്റെപ്പ് ഡൗൺ കൊടുത്തപ്പോൾ എന്തായി? ആ സിഗ്നൽ എന്തായി? ഒന്ന് ചെറുതായി, സ്റ്റെപ്പ് ഡൗൺ ആയി. അതേപോലെ റെക്ടിഫയറിൽ എന്താ ചെയ്യണത്? AC-നെ എന്ത് ചെയ്യും? പൾസേറ്റിംഗ് DC ആക്കും. അതായത് ഈ സൈനോഡിക്കലായിട്ടുള്ള ഈ ഗ്രാഫിനെ എന്താക്കും? ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് സൈക്കിളായിട്ട് മാറ്റും. അപ്പോൾ AC-നെ ഇവിടെ എന്താക്കി? പൾസേറ്റിംഗ് DC ആക്കിയിട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ഫിൽട്ടർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. ഇതെന്താണ്? ഇതിലത്തെ കുറച്ചും കൂടിയും എന്തൊക്കെ ഉണ്ടാവും? AC കമ്പോണൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യും? കണ്ടോ നോക്കിയൊക്കെ, ഈ ഡിവൈസ് എന്ത് ചെയ്യണത്? DC കമ്പോണൻറ്റിനെ പാസ് ചെയ്യും ലോഡിലേക്ക്, അതേപോലെ AC കമ്പോണൻറ്റിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്താവും അങ്ങനെ ചെയ്യുമ്പോൾ? ഇതിങ്ങനെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇങ്ങനെയുള്ള രൂപത്തിൽ ഉള്ളൊരു ഗ്രാഫായിട്ട് മാറും. അതിനുശേഷം റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കറക്റ്റായിട്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വോൾട്ടേജിന് അവിടെ എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യും. അതായത് നമ്മുടെ DC ഗ്രാഫ് പോലെ നമ്മുടെ വരും. അപ്പം എങ്ങനെയാണ് AC-നെ DC ആക്കുന്നത്? അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം അറിയാം, ഇവിടെ റെക്ടിഫയറിനെ കുറിച്ചിട്ട് പഠിക്കാൻ, അതിന് ശേഷം ഇവിടെ ഫിൽറ്ററിനെ കുറിച്ച് പഠിക്കാൻ, റെഗുലേറ്ററിനെ പഠിച്ച് കൊടുക്കാൻ, ഏകദേശം ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ ഈ മൊഡ്യൂൾ. അപ്പോൾ ഇതിനെ ഓരോന്നും കുറിച്ച് പഠിച്ച് ഏകദേശം മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് ഒന്നും പറയാനല്ല, റെക്ടിഫയറിനെ കുറിച്ച് പറയാം. അപ്പോൾ റെക്ടിഫയറിനെ രണ്ടാക്കി തലംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും പിന്നെ ഫുൾ വേവ് റെക്ടിഫയർ. അഗെയിൻ ഫുൾ വേവ് റെക്ടിഫയറിനെ 2 പ്രാവശ്യം വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയറും അതേപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ നമുക്ക് ആദ്യം ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രാമിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു ഡയോഡ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അക്രോസ് ആയിട്ട് സീരീസ് ആയിട്ട് എന്താണ്? ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ വി ഔട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഒരു സൈനോഡിക്കൽ ഗ്രാഫ് പോലെയാണ് ഉണ്ടാവുക. അതിൻ്റെ നെഗറ്റീവ് ഹൗസ് സൈക്കിളിനോട് ഔട്ട്പുട്ട് ഉണ്ടാവില്ല, പോസിറ്റീവ് ആയതിന് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതും കൂടി ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൽ ആലോചിക്കുക, ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ട്രാൻസ്ഫോമർ എന്താണ്? സ്റ്റെപ്പ് അപ്പ്. നമ്മുടെ ആവശ്യപ്രകാരം ഒന്നല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് പറയണത്? നമ്മുടെ ഈ PN ജംഗ്ഷൻ ഡയോഡും ലോഡ് റെസിസ്റ്റൻസും സീരിയസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? AC സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ഈ ഹാഫ് സൈക്കിള്
എന്ത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ആയിട്ടുള്ള ഹാഫ് സൈക്കിളും നെഗറ്റീവ് ആയിട്ടുള്ള ഹാഫ് സൈക്കിളും. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്. പോസിറ്റീവ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, നിങ്ങൾ പോസിറ്റീവ് ആക്കിയിട്ട് എടുത്ത് ഇവിടെ പോസിറ്റീവ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ് വന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവും വന്നപ്പോൾ ഇതെന്തായി? ഫോർവേഡ് ബയാസ്ഡ് ആയി അല്ലേ? അപ്പോൾ ഇത് എവിടെ എന്താണ്? ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയി. അപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് പോലെ ഇതാക്കും. അതിൻ്റെ കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? കറണ്ട് ഫ്ലോ ത്രൂ ദി സർക്യൂട്ട് പ്രൊഡ്യൂസസ് വൂൾ ദി ഇൻപുട്ട് ആസ് DC ഔട്ട്പുട്ട്. ഓക്കെ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് ഞാനിപ്പോൾ ഇവിടെ മൈനസ് ഇത് ശരിക്കും പറയണത് അങ്ങനെയല്ല, അതൊന്ന് ഞാൻ മനസ്സിലാക്കാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മൈനസും പോസിറ്റീവ് ആയപ്പോൾ ഇതെന്തായി? റിവേഴ്സ്ഡ് ബയാസായി. അപ്പോൾ എന്താണ്? ഡയോഡ് എന്തായി? റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ കറണ്ട് ഫ്ലോനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് കറണ്ട് ഡസ് നോട്ട് ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്, ഔട്ട്പുട്ട് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചതിന് ശേഷം പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്ത്? റിപ്പിൾ ഫാക്ടറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എഫിഷ്യൻസിനെ കുറിച്ചിട്ടും PIVയുടെ കുറിച്ചിട്ടും, അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സംഭവം ഉണ്ട്. അതെങ്ങനെ വരുന്നത് എന്താണെന്ന് കാര്യങ്ങൾ, പക്ഷെ ഞാൻ അതവിടെ പറയണില്ല. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VM. പിന്നെ ഇതിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.21. അതേപോലെ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എഫിഷ്യൻസിനെ ഇങ്ങനെ ഒരു എൻ്റെ രൂപത്തിൽ ഇങ്ങനെ എണ്ണിന് നീട്ടം കൊടുത്തിട്ടൊരു സംഭവമാണ് ചെയ്യുക കേട്ടോ. 40.6% ആണ് ഇതിൻ്റെ എഫിഷ്യൻസി. പിന്നെ ഇതിൻ്റെ DCയിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ VM/π. അതേപോലെ തന്നെ അത് കറണ്ട് ആണെങ്കിൽ എന്താവും? IM/π. ഇതാണ് എന്ത്? ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾ പ്രധാനമായിട്ട് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ഹാഫ് വേവിന് കഴിഞ്ഞു. ഇനി ഫുൾ വേവിൽ നമ്മൾ ആദ്യം സെൻറ്റർ ടാപ്പിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോണത്. സെൻറ്റർ ടാപ്പിൻ്റെ ഫിഗർ ഇതാണ്. 2 ഡയോഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് നമ്മൾ വ്യൂ ഔട്ട് എടുക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ? സൈനോഡിക്കൽ ഗ്രാഫിലെ നെഗറ്റീവ് പാർട്ട് എന്തായിട്ട് മാറും? അത് പോസിറ്റീവായിട്ട് ഒക്കെ മാറും. അതായത് ഇതങ്ങനെ പോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സെൻറ്റർ ടാപ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2 ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെയും മൈനസ് ആവും. അതേപോലെ തന്നെ ഇവിടെ എന്താവും? പോസിറ്റീവ് ആവും, ഇവിടെ മൈനസ് ആവും. സോ ഇവിടെ പോസിറ്റീവും വന്നപ്പോൾ എന്തായി? ഫോർവേഡ് ബയാസ്ഡ് ആയി. അതായത് D1 ഫോർവേഡ് ബയാസും D2 റിവേഴ്സ് ബയാസ്ഡ് ആവും. എപ്പോൾ? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇത് നേരെ തിരിച്ചാണെങ്കിൽ, അതായത് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇതെന്താവും? ഇത് റിവേഴ്സ് ബയാസ്ഡും അതേപോലെ തന്നെ മറ്റേത് D2 എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആവുമെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ പറയാനുള്ളത് എന്താണ്? അങ്ങനെ ഫസ്റ്റ് പറഞ്ഞതിൽ D1 ഫോർവേഡ് ബയാസ്ഡ് ആവും, D2 റിവേഴ്സ് ബയാസ്ഡ് ആവും. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇങ്ങനെയാവും. അതേപോലെ D1 കണ്ടക്ട് ചെയ്യും, D2 അവിടെ ഓപ്പൺ ചെയ്യും. പിന്നെ കറണ്ട് ഫ്ലോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാവും. അതായത് ഇതിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവും. അപ്പർ ഹാഫ് സൈക്കിൾ ഇതിൽ കൂടെ പോവും. ഇനി മറ്റേതിലാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണെങ്കിൽ കറണ്ട് ഫ്ലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവും. ഓക്കെ. അതേ കണ്ട നമ്മൾ D2, അതായത് ഇവിടെ മൈനസും ഇവിടെ പ്ലസ് ഇവിടെ എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആവും, ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പോൾ കറണ്ട് ഫ്ലോ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അതാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇവിടെ എന്താണ്? D1 ആയിരിക്കും ഓപ്പൺ, റിവേഴ്സ് ആയിരിക്കുന്നിടത്തായിരിക്കും ഓപ്പൺ, ഫോർവേഡ് ആയിരിക്കുന്നിടത്ത് കണ്ടക്ട് ചെയ്യും. കറണ്ട് ഫ്ലോയും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്? D2 നിന്ന് ലോഡ്ലെസ്സിലേക്ക് കോയിലേക്ക് പോകണം. അപ്പോൾ ഈ സെൻട്രൽ ടാപ്പിൻ്റെ PIVനെ കുറിച്ച് പറയുന്നത് 2 VM, അതേപോലെ റിപ്പിൾ ഫാക്ടർ 0.48, അതേപോലെ എഫിഷ്യൻസി എത്രയാണ്? 81.2. പിന്നെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനെ കുറിച്ചിട്ട് 2 VM/π, അതേപോലെ തന്നെ ഔട്ട്പുട്ടിലുള്ള കറണ്ട് 2 IM/π.
ഓക്കെ, അപ്പോൾ ഫുൾ വേവിന് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു ലോഡ് റെസിസ്റ്റൻസ്, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെ നിന്ന് രണ്ടിടത്തുനിന്നും കണക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ പുറത്ത് വരയ്ക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും, അപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും വരയ്ക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നേരത്തെ ഫുൾ വേവിൻ്റെ സെൻറ്റർ ടാപ്പിൻ്റെ ഗ്രാഫ് പോലെ തന്നെയാണ് വരിക. സൈനോഡിക്കൽ ഗ്രാഫിൻ്റെ ആ നെഗറ്റീവ് പാർട്ട് പോസിറ്റീവായിട്ട് വരും ഇവിടെ. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഫുൾ വേവ് ആയിട്ട് കൂടുതലും ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ 4 ഡയോഡുകൾ ഉണ്ട്, D1, D2, D3, D4. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് ഈ ഒരു എൻഡ് പോസിറ്റീവായിട്ട് മാറും. അഗെയിൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവും, ഇത് റിവേഴ്സ് ബയാസ് ആവും. ഓക്കെ, ഇത് റിവേഴ്സ് ബയാസ്ഡ് ആവും. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, നെഗറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതെന്താവും, നെഗറ്റീവും ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവും. അതായത് ഓപ്പോസിറ്റുള്ളായിട്ടുള്ള സംഭവങ്ങൾ എന്തായിട്ട് വരും, ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ നോക്കി നിങ്ങളിവിടെ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും, ഇതിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ, ഇതിൽ കൂടെ അല്ല പോകാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവും. മറ്റേതാണെങ്കിൽ നമുക്ക് മറ്റേതാകുമ്പോൾ പറയുന്നത്, അതായത് ഇവിടെ എന്താണ്, D2ഉം ഞാനിവിടെ നമ്പറിൻ്റെ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ 3 എന്നുള്ളത് ഇവിടെ 4 ആക്കിയിട്ട് 3 ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ കറണ്ട് ഫോർവേഡ് ബയാസ് ആവുന്നത് ഇവിടെ D2ൽ നിന്ന് എന്താക്കിയിട്ടുണ്ട്, D4ലേക്കാണ് പോണത്. അതായത് ഇവിടെ D2ഉം D4 ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയാസ്ഡ്. മറ്റേത് രണ്ടും എന്തായിരിക്കും, അതായത് D1ഉം D3 എന്തായിരിക്കും, റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. എപ്പോൾ, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അതിൻ്റെ കറണ്ട് ഫ്ലോ എങ്ങനെയാണ്, കോയിലിൽ നിന്ന് വന്നിട്ട് D2ലേക്ക് വന്നിട്ട് ലോഡ് റെസിസ്റ്റൻസിലേക്ക് വന്നിട്ട് എന്താണ്, D4ലേക്ക് അല്ലേ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്താവും, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, അപ്പോൾ ഇവിടെ എന്താവും, അപ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെ എന്താവും, പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ എന്താവും, ഇവിടെ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവും, ഇത് റിവേഴ്സ് ബയാസ്ഡ് ആവും. അതേപോലെ തന്നെ ഇത് എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കണക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതും ഫോർവേഡ് ആവും, ഇതും റിവേഴ്സ് ബയാസ്ഡ് ആവും. അതായത് D3ഉം D1ഉം ഫോർവേഡ് ബയാസ്ഡ് ആവും. കണ്ട ഇവിടെ എന്താ D2ഉം D4ഉം, അതായത് D2ഉം D4ഉം റിവേഴ്സ് ബയാസ്ഡ് ആവും. അതേപോലെ തന്നെ D3ഉം D1ഉം എന്താവും, ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ എന്താവും, ഇങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക, ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനത്തെ PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VM ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.482 ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, 81.2 ആണ്. VDC എന്ന് പറഞ്ഞാൽ 2 VM/π ആണ്. ഔട്ട്പുട്ടിലെ കറണ്ട് എത്രയാണ്, 2 IM/π ആണ്. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാം. ഇനി ബാക്കി വരുന്നത് നമ്മളിപ്പോൾ ഏകദേശം മൊഡ്യൂളിൻ്റെ ഇത്രയും കവർ ചെയ്തു കേട്ടോ. അതെ, ഇത്രയും കവർ ചെയ്തു.